ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയന എന്ന് പറഞ്ഞൊരു വിൻറ്റേജ് കാറിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് നമ്മുടെ മൈസൂർ തന്നെ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും റീലിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് പയന വിൻറ്റേജ് കാർ മ്യൂസിയം. അതിൻ്റെ ഷേപ്പൊക്കെ അടിപൊളിയാണ്. ഒരു ടയറൊക്കെ വെച്ച് കാണാതെ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. പഴയ ബസ്സിൻ്റെ പോക്കറൊക്കെ വിൻറ്റേജ് ഫോട്ടോ അടിപൊളിയാണ്ടോ. എ മ്യൂസിയം വേർ ഹോഴ്സ് പവർ മീറ്റ്സ് നൊസ്റ്റാൾജിയ. ഗൈസ്, ഇതാണ് പയാന വിൻറ്റേജ് കാർ മ്യൂസിയം. അടിപൊളിയാണ്ടോ. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാണാം. ഒരു BM ഉണ്ടല്ലോ. പൊളിയായിട്ടാണ് ചെയ്തേക്കണം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇത് ഇതിൻ്റെ ഓണർ പുള്ളി ഉപയോഗിച്ച കാറാണ്. ഓണറല്ലോ? ഓ, അടിപൊളി സാധനം. മംഗലാപുരത്ത് ഓക്കെ. ഓ, ഇതൊരു മിനിയേച്ചർ സെറ്റപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് കാണുന്ന സ്ഥലം. ഗൈസ്, ഇതിൻ്റെ അകം പൊളിയാണ് കേട്ടോ. ഇവിടെ ഏതൊരു പഴയ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാർബറേറ്റർ, ഡൈനാമോ, ടർബോ ചാർജർ, മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, സ്റ്റിയറിംഗ് ബോക്സ്, ജീപ്പല്ല അങ്ങനത്തെ. ആ, ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനത്തെ വണ്ടിയുണ്ടോ. ആ, പുള്ളിയുടെയാണത്. ഗൈസ്, താളവണ്ടി തൊട്ട് വിൻറ്റേജ് എല്ലാ വണ്ടിയുണ്ട്. അടിപൊളിയാണ്ടോ. എടാ നോക്കണം. ഇതിലും കാണാം. Fiat 520 വേണം. ഫോർഡ് പെർഫെക്റ്റ് E93A. ഫ്രേസർ 1947 വണ്ടിയാണ്. ഫ്രേസർ കിടിലൻ സാധനം കേട്ടോ. മോറിസ് 8 സീരീസ്, മോറിസ് മൈനറിന കിട്ടില്ല. ഓ, പൊളി സാധനം. രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സാധനം. പല്ലക്ക്. ഓ, ഇതൊന്നൊന്നര സാധനം ഉണ്ടോ? ഇതൊക്കെ ഒന്നൊന്നര സാധനം ഉണ്ടോ? ഇതൊക്കെ മൈസൂരിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വണ്ടി. RDയുടെ പഴയ സാധനം. M80 ഉണ്ടല്ലോ. ഇതേതാളെ സാധനം?
ഒരു സാധനം കണ്ടോ? ബെസ്റ്റ് ഗൈസ്, ഇവിടെ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഉണ്ട് ഒരു അംബാസിഡർ അടക്കങ്ങളൊക്കെ ഉണ്ട്. വുഡാണ്ട്, വുഡിലുണ്ടാക്കിയാണ് വണ്ടി അത്. ഗൈസ്, കൊച്ചിൻ്റെ പേരുള്ള വണ്ടിയുണ്ട്, ഓസ്റ്റിൻ. എടാ ഷാമേ ആ പച്ചയില്ലേ, ഇത് തൊട്ട് അംബാസിഡർ ഉണ്ടോ? ഇതാണ് ബെലർ. ബെർലിൻ ഗ്രാൻഡ് ടെസ്മേ പൊളി സാധനം. ഷെവർലെറ്റിൻ്റെ ഏതൊരു സാധനം. സാമേ $4000 RPM. 3 സ്പീഡ് മാനുവൽ ഗിയർ, ഓവർലൈഡ് 4 ഗിയർ, പവർ ഗ്ലൈഡ് 2 സ്പീഡ് ഓട്ടോമാറ്റിക്. ഹണ്ടർ ഹിൽമാൻ ഹണ്ടർ. ഇതിൻ്റെ ഹിൽമാൻ്റെ നാറ്റ് തുറന്ന വണ്ടി, അംബാസിഡർ പോലത്തെ. ആയിരിക്കും. മേളിലോത്രല്ല കേട്ടോ, താഴത്തോട്ടുള്ള ഫ്ലോറിലുണ്ട്. അപ്പോൾ താഴത്തേക്ക് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് 2 റൗണ്ടൊക്കെ കറങ്ങി ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. അമ്പോക്കിടുന്ന സാധനം പ്രിയ. എടാ ഇത് പ്രിയാണ്, പ്രിയ അത് പ്രിയ. എന്തൊക്കെ ടൈപ്പ് വണ്ടിയാണ്, കിടിലം വണ്ടികൾ. സ്റ്റെയർ പച്ച് ഹെൽഫിങ്ങർ, മിലിറ്ററി വണ്ടിയാണ് തോന്നുന്നത്. ഹാറ്റ് എലജന്റ്, ഹാറ്റ് 1100, അല്ല 1100 വേണ്ട. നമ്മുടെ പദ്മിനി. അതെന്നാ ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് മിസ്സായിട്ടാ. CD100 അതേതാ സുനില അമ്പോ. കർണാടക നടനായിരുന്നല്ലേ, കിട്ടുന്നതാണോ അല്ലേ? ഇത് കളറല്ലേ? വില്ലീസാണോ? വില്ലീസാണോ? വില്ലീസ് ട്രക്ക്, വില്ലീസിൻ്റെ ട്രക്കാണോ അതെ? ഓ ഈ സാധനം നോക്കിടാ, പണ്ടത്തെ ഒരു തമിഴ്നാട്ടിൽ കാണുമല്ലോ. ഓ കിട്ടില്ലതാണോ അല്ലേ? മാരക സാധനം. എടാ ഇതിൻ്റെ പേരെന്താ നോക്കിയാ? ഫോർഡിൻ്റെ ഏത് വണ്ടി അത്? ഫോർഡിൻ്റെ ഏതാ പേര് വെച്ചിട്ടുള്ള അല്ലേ? മൈക്സ്. ഓ ഇതും കൊള്ളാട്ടോ, ഇതും മാരകമുണ്ട്. ടാറ്റ ലോറി, പഴയ ലോറിയാണ് നമ്മുടെ ടാറ്റയുടെ ലോറിയാ. ഇത് കൊള്ളാല്ലേ, ഫോർഡ് കൊള്ളാല്ലേ?
കിടിലൻ സാധനം ഗൈസ്. ഇവിടെ കിടക്കാനുണ്ട് ഒരു അടിപൊളി സാധനം. മിലിറ്ററി ട്രക്ക് അല്ലേ ഇത്? ഏത് കമ്പനി? KPA മിലിറ്ററി ട്രക്ക്. അടിപൊളി സാധനം കേട്ടോ. കമ്പനി സംഭവം അടിപൊളി സാധനം. ഇതാണ് മേളിൽ നിന്നാണ്ട് വണ്ടി. ഫുൾ വുഡാണ് കേട്ടോ. വുഡാണ്. ഇതാണ് മറ്റേ ഇതാ ട്രെയിലർ പോലെ മറ്റേ ജോയിൻ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ? ഇത് കിട്ടില്ല കണ്ടോ? ഇതിൻ്റെ ഇവിടെ ട്രെയിലർ പോലെ മറ്റേ സംഭവം ജോയിൻ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കിട്ടില്ല വണ്ടി കണ്ടോ? മാരക വണ്ടി. ടയറൊക്കെ നീ അവിടെ നിന്ന് ടയർ എന്തോരം സൈസ് ഉണ്ടെന്ന് കാണിക്കാൻ. ഉള്ളിൽ നിന്നിട്ട് ടയർ ഉണ്ടോ? ഉള്ള ഷോൾഡറിൻ്റെ അത്ര ഉണ്ട് ടയർ. ബെൻസ് മേഴ്സിക്കുട്ടി. ഇത് കൊറോള. മാരൊക്കെ ഉണ്ട്. ഇല്ല ഈ ആണോ? ഇല്ല ഇത് കാഡിലാക്കാണ്. കാഡിലാക്ക് ഫ്ലീറ്റ് ഫുഡ്. ഇത് മാരൊക്കെ ഉണ്ട് കേട്ടോ. കാഡിലാക്ക്. ഇത് ഏതാ വണ്ടി? ഇന്ത്യൻ കമ്പനി ഇറക്കിയ വണ്ടിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് കേട്ടത്. PT ഉഷയ്ക്ക് ഫസ്റ്റ് കൊടുത്തല്ലേ? എന്നിട്ട് ഇവിടെ ചെറിയ എന്തോള്ളേ കോണ്ടസ അംബാസിഡർ. ആർമിക്ക് വേണ്ടി വന്നിട്ടുള്ള നമ്മളെ ഫേവറേറ്റ് സാധനം കിടക്കണ്ടായിരുന്നു. അത് ഫേവറേറ്റ് മറ്റേ 800 അല്ല. അത് ഇതേടാ ബെൻസാടാ. സോറി ഗൈസ്, ആക്ച്വലി ഇവിടെ വെച്ച് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. പിന്നെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ് ഫോട്ടോസ് എടുത്തത്. ഈ മ്യൂസിയത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് കാഴ്ചക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ അതുകൂടി കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക.